നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. പിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അറ്റ്ലീസ്റ്റ് എന്റെ അമ്മയോ എന്റെ സഹോദരിമാരോ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ എന്നോട് പറയണം. അവരാരും എന്നെ ഒന്നും പറഞ്ഞില്ല, ഞാൻ അവരെ കണ്ടുമില്ല. പിന്നെ എന്താ പ്രശ്നം? കാർത്തുമായിട്ട് വഴക്കിട്ടോ? അതോ മുത്തശ്ശി ഉപദേശിക്കാൻ വിളിച്ചോ? അതാണല്ലോ നിനക്ക് തീരെ പിടിക്കാത്തത്. അതൊന്നും അല്ല ഏട്ടാ. എനിക്കിതിനകത്ത് തന്നെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. അതാ ഇവിടെ വന്ന് നിന്നേ. ബോറടി മാറ്റാൻ ഇപ്പൊ എന്താ ചെയ്യാം? അല്ല, സാധാരണ മോൾക്ക് ബോറടിക്കുമ്പോ എന്താ ചെയ്യാ? അവിടെ വീട്ടിലാവുമ്പോ അങ്ങനെ ബോറടിക്കൊന്നുമില്ല. ചിലപ്പോ പഠിക്കും, അല്ലെങ്കിൽ മുത്തശ്ശി അടുക്കളയിൽ പണി പഠിപ്പിച്ച് തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയി നിർത്തും. ഒരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് വാ. എന്നിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. അയ്യോ വേണ്ട. അതെന്താ വേണ്ടാത്തെ? അത് ഞാൻ ഏട്ടന്റെ കൂടെ പുറത്തു പോകുന്നു പറഞ്ഞാല്. ഏട്ടന്റെ കൂടെ പുറത്തു പോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോഴേക്കും മോളുടെ ബോറടി മാറും. വേണ്ട ഏട്ടാ. ഇതാണ് കുഴപ്പം. ഒരു കാര്യം പറഞ്ഞാലേ അത് അപ്പ തന്നെ അങ്ങ് അനുസരിക്കണം കേട്ടാ. നമുക്ക് ചുമ്മാ പുറത്തു പോയി സിറ്റിയിൽ കുറച്ചു നേരം ഡ്രൈവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാന്നേ. എന്താ, ഏട്ടന്റെ കൂടെ വരാൻ പേടിയോ ഇഷ്ടക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. ഏട്ടന്റെ കൂടെ അങ്ങനെയൊക്കെ വരാൻ പറ്റാന്ന് പറഞ്ഞാ എന്റെ ഭാഗ്യമല്ലേ. പിന്നെന്താ, മുത്തശ്ശിയോട് അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. ചേച്ചിയെ കൊണ്ടും ഞാൻ സമ്മതിപ്പിച്ചോളാം. അവരൊന്നും കുഴപ്പമില്ല, അവർക്കൊക്കെ സന്തോഷമായിരിക്കും. പക്ഷേ ഇവിടെയുള്ളവർ എന്ത് വിചാരിക്കും എന്നതാണോ പ്രശ്നം? ഈ ഇവിടെയുള്ളവർ നല്ലതൊന്നും വിചാരിക്കില്ല. അതിന് നമ്മൾ കാത്തു നിന്നാലേ നമുക്ക് വയസ്സായി പോവും. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയാൽ മതിയോ നിനക്ക്? നീ പെട്ടെന്ന് പോയിട്ട് റെഡിയായിട്ട് താഴേക്ക് വാ. നമ്മൾ ഇപ്പൊ തന്നെ ഇറങ്ങുന്നു. ഇനി എന്റെ കൊച്ചിന് ബോറടി എന്ന സംഭവം പോലും ഉണ്ടാവരുത്. ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങ് ഗംഭീരമാക്കാൻ പോവാ. പോയിട്ട് പടി പോ. ചെല്ല്. നിക്കേ. അതെ, ഒരുങ്ങാൻ കുറെ നേരം എടുക്കുവോ? അധികം ഒന്നും വേണ്ട ഏട്ടാ, ഞാൻ ദേ വന്നു. വേഗം പോ. രാജേട്ടാ, ഒരിക്കൽ മറന്നുപോയതാ. വീണ്ടും കടയിൽ പോയിട്ട് വാങ്ങിക്കാതെ വന്ന ഇനി മറന്നു പോരുത്. എടോ രാജു. എന്താ സാറേ? ലിസ്റ്റ് എഴുതി കടയിൽ പോയിട്ട് അതിൽ പിന്നെ എങ്ങനെയാണോ സാധനങ്ങൾ വാങ്ങാൻ മറക്കുന്നത്? അത് പിന്നെ എന്താണെന്ന് അറിയാം സാറേ. ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്താൽ ലിസ്റ്റിലുള്ള സാധനം അവരെടുത്ത് തരും. പക്ഷെ അവർക്ക് എന്തെങ്കിലും വിട്ടുപോകുമെന്ന് കരുതിയിട്ട് ലിസ്റ്റ് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? അപ്പോഴേ ഞാൻ ചിലത് വിട്ടുപോകും. ഇവൻ എന്തൊക്കെയാ മോളെ പറയുന്നത്? രാജേട്ടന്റെ രീതികളാ. അത് എത്ര വിചാരിച്ചാലും നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. മോളെ, അടുക്കളയിലെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സാധനങ്ങളൊക്കെ നിറച്ച് വാങ്ങിച്ചോളൂ. എല്ലാരും കൂടി ഉള്ളതല്ലേ. നന്ദിനി മോള് ഇതിൽ കുറച്ച് എഴുതി തന്നിട്ടുണ്ട് സാറേ. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ നോക്കി കണ്ടൊക്കെ വാങ്ങിച്ചോളാം സാറേ. അപ്പൊ പിന്നെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സാറേ. അച്ഛാ. എന്താടാ? അച്ഛാ, ഞങ്ങളേ ഒന്ന് പുറത്തു പോവാം. എങ്ങോട്ട്? നീ പുറത്തൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാണല്ലോ. പോകേണ്ട അത്യാവശ്യം ഉണ്ടെന്നേ. നന്ദിനി, തനിക്ക് ടെൻഷനൊന്നും വേണ്ട. ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരും കേട്ടോ. രാജുവിന്റെ പരിപാടി എന്താ? അതെ, ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോവാ സാറേ. ഇങ്ങനെ
ഇതാ സാറേ. എന്ത്? ഇത് പലചരക്കടയെന്നല്ലേ? ആ, അതെ. ആ, ഞാനേ വരുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. അത് പിന്നെ അയ്യേ, സാറ് വാങ്ങിക്കൊന്നും വേണ്ട. അതെന്താണ് ഒരു അയ്യേ? താൻ പോയി വാങ്ങിക്കുന്ന സാധനങ്ങള് ഞാൻ പോയാൽ കിട്ടില്ലേ? കിട്ടില്ല അച്ഛാ? ആ, അതൊക്കെ കിട്ടും. ആ, എടാ, രാജു കടയിൽ പോയി മറന്ന സാധനങ്ങളാ ആ ലിസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ഇനി നീയും കൂടി. അതിനൊരു മാർഗമുണ്ട്. ഞാനിത് എനിക്ക് വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിക്കുക. അത് ആര്? മോളെ പിച്ചു, ഈ ലിസ്റ്റിന്റെ കാര്യം ഏട്ടനെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ആ ഓ, ആ, അല്ല, ഇവളെവിടെ പോന്നു? ഞാൻ പിച്ചുവിനും കുട്ടിയെ പുറത്തു പോകുന്നേ. എന്തിന്? ആ, ഏട്ട റെഡിയാവാൻ പറഞ്ഞാ റെഡിയായി. എങ്ങോട്ടൊന്നും എനിക്കറിയില്ല. ഞാനേ ഇവിടെയും കൂട്ടി ഒന്ന് പുറത്തു പോവാ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെന്നേ, അത്ര തന്നെ. ഡി, സത്യം പറ, നീ എന്തെങ്കിലും ആവശ്യം സാറിനോട് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാവില്ല. ഞാനൊന്നും പറഞ്ഞില്ല. ദേ നന്ദിനി, ഇനി കാര്യം താൻ അറിയാതിരിക്കണ്ട. അവക്ക് ഇവിടെ ഇരുന്നപ്പോ ബോറടിച്ചു. ആ കാര്യം അവൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പുറത്തു പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. ഞങ്ങള് പോകുന്നു, അത്ര തന്നെ. പിന്നെ വിഷുവിനുള്ള പടക്കങ്ങൾ വാങ്ങിക്കണം. ഈ ട്രിപ്പിൽ അതങ്ങ് നടക്കും. എന്താ അച്ഛാ? നല്ല തീരുമാനം. മോളെ, ഈ കാര്യത്തിൽ എതിർപ്പൊന്നും പറയണ്ട. സത്യം പറഞ്ഞ ആദ്യമായിട്ടാ ഇവൻ ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ ഒന്നിച്ചു പറയുന്നത്. എന്തോന്ന് ഞാൻ അപ്പൊ ഇതുവരെ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടേ ഇല്ല. നല്ല കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ട്. ആ, പക്ഷെ ഇപ്പൊ കാണിക്കുന്നത് പോലെ മൊത്തം സന്തോഷത്തിൽ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. അതിന് കാരണമുണ്ടല്ലോ. മുത്തശ്ശി, അച്ഛൻ, പിള്ളേര്. എന്തൊക്കെ പറഞ്ഞാലും സാറിന്റെ മുഖത്തൊരു വെട്ടമുണ്ട് കേട്ടോ സാറേ. അല്ലേ സാറേ? ആ. എടോ, താൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട. ഞങ്ങൾ പോകുന്നു, പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നു. അത്രേ ഉള്ളൂ. ശരി. ഞങ്ങള് പോകുന്നു. ആ, ശരി. അല്ല, ഞങ്ങള് പോകുന്നു. എന്താ സർ? മുത്തശ്ശി, ഞാനും പ്രിയങ്കയും കൂടി സിറ്റിയിലൊന്ന് ഇറങ്ങാൻ പോവാ.